ഡ്രീം ടു സിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആൻഡമാൻ നിക്കോബാറിലേക്ക് പോകുന്ന ചെറിയൊരു യാത്രയാണ്. ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ആൻഡമാനെ കുറിച്ച് എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് പേര് പറഞ്ഞിരിക്കും. നിക്കോബാറെ കുറിച്ച് വളരെ ചുരുക്കം ആൾക്കാരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നതായിരിക്കും. ഇതെൻ്റെ റൂമാണ്. റൂമിൽ നിന്ന് പുറത്ത് നോക്കിയുള്ള കാഴ്ച ഇതാണ്. വാവ്, അതിമനോഹരം. ചെന്നൈയിൽ നിന്ന് അപ്രോക്സ് 1500 കിലോമീറ്റർ ഉണ്ട്. അവിടുത്തെ ലാംഗ്വേജ് ബംഗാളി ലാംഗ്വേജാണ്. ഇപ്പോൾ നിക്കോബാറിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബംഗാളികളാണ്. അതിനുശേഷം തമിഴ്നാട്ടുകാർ, പിന്നെ കേരളക്കാർ, പിന്നെ ജാർഖണ്ഡി, അങ്ങനെ കുറച്ച് പേര്. ആൻഡമാനിൽ നിന്ന് കാർ നിക്കോബാറിലേക്ക് ഒരേ ഒരു ഷിപ്പ് മാത്രമേ ഉള്ളൂ. ആ ഷിപ്പിൻ്റെ പേരാണ് ഭാരത് സീമ. അപ്പോൾ ഇത് പണ്ട് കാലത്ത് കൊച്ചിയിൽ നിന്ന് ആൻഡമാനിലേക്ക് പോയിരുന്ന ഷിപ്പാണ്. ആ ഷിപ്പ് ഇതിലേക്ക് യൂസ് ചെയ്യുകയാണ്. 60 വർഷം പഴക്കമുള്ള ഷിപ്പാണത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാർ നിക്കോബാറിലാണ്. കാർ നിക്കോബാർ വളരെ സുന്ദരമായ ബീച്ചുകളോടുകൂടിയ ഒരു ദ്വീപ് സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യം എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഭാരതത്തിലുള്ള ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് കാർ നിക്കോബാർ. പക്ഷേ ഇവിടെ എല്ലാ ആളുകൾക്കും നോർമലി വരാൻ പറ്റില്ല. ചിലർക്കൊക്കെ ഗവൺമെൻറ് എംപ്ലോയീസിനും സ്പെഷ്യൽ പാസ് ഉള്ളവർക്കും മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ കാർ നിക്കോബാർ. ഇവിടെ ഒരു സമയത്ത് ഇതെല്ലാം ഫുള്ള് ഫുള്ള് കരയായിരുന്ന പ്രദേശങ്ങളാണ്. ഇന്ന് ഇത് മിക്കതും കടൽ എടുത്ത് കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ ഒരു പഴയ സുബ്രഹ്മണ്യൻ്റെ കോവിലുണ്ട്, മുരുകൻ്റെ കോവിൽ കാണാൻ സാധിക്കും. പണ്ട് അതിൻ്റെ പുറകു വരെ പുറകുവശം ഒരു 100 മീറ്ററോളം കരയായിരുന്ന പ്രദേശങ്ങളാണ്. ഇന്ന് അത് ഇപ്പോൾ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചാൾ അറിയില്ല. ഇത് സുനാമിയിൽ ഈ ക്ഷേത്രത്തിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇത് അതിന് മുമ്പുണ്ടായിരുന്ന ക്ഷേത്രമാണ്. ഇവിടെ മുഴുവൻ ഒരു മാർക്കറ്റായിരുന്നു. ആളുകളെല്ലാം പണ്ട് ഇവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ ഈ സമുദ്രത്തിൻ്റെ തീരങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സുനാമി വന്നതിന് ശേഷം ആളുകൾ മുഴുവൻ അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതിനു മുമ്പ് ഇവിടുത്തെ തദ്ദേശീയർ മുഴുവൻ തീരപ്രദേശങ്ങളാണ് അധിവസിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ തീരപ്രദേശങ്ങളിൽ ആളുകളെ കാണാനില്ല. കാരണം അവരുടെ മനസ്സിലൊരു ഭയമായിപ്പോയി സുനാമിക്ക് ശേഷം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു റോഡ് ഉണ്ടായിരുന്നതാണ്. ഇവിടെ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ സുനാമിക്ക് ശേഷം അത് എല്ലാം പൊളിഞ്ഞു പോവുകയും ഇപ്പോൾ കാലിയായിട്ട് കാട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ. ഒരു കണക്കിന് നല്ലതാണ് കാട് കയറുന്നത്. മണ്ണിടിച്ചിലൊക്കെ കുറയാൻ ഹെൽപ്പാകും. പക്ഷേ കാര്യമില്ല, ഇതേപോലുള്ള മരങ്ങളൊന്നും വച്ചിട്ട് കാര്യമില്ല. കണ്ടൽ കാടുകൾ എങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നിക്കോബാർ ദ്വീപ് ചിലപ്പോൾ ബാക്കി വന്നേക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പഴയ ഒരു ജെട്ടിയാണ് ഈ നമ്മളുടെ മുന്നിൽ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. റെഡി? ആൻഡമാനിലും നിക്കോബാറിലും ഒരുപാട് മുതലകളുണ്ട്. മുതലകളുടെ കൂടെ തന്നെ കുറേ പാമ്പുകളുമുണ്ട്. മുതലകൾ ആൻഡമാനിലായാലും കാർ നിക്കോബാറിലായാലും ഒരുപാട് മുതലകളും പാമ്പുകളുണ്ട്. അപ്പോൾ അതാണ്ടോ ഇതിൻ്റെ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംമാതിരി പാമ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി കണ്ട് പോകണം. ഇവിടെ ആർക്കാനും അലൗഡ് അല്ല. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് നിൽക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എന്ത് വീഡിയോയും പ്രതീക്ഷിക്കാം. മീൻപിടുത്തവും പിന്നെ ട്രാവലിങ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ ചേർത്തിക്കോളൂ. അപ്പോൾ അവിടുത്തെ വേറൊരു പാമ്പുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പാമ്പുണ്ട്. ആ പാമ്പിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഇതാ ഒരു പച്ച കളർ പാമ്പ്. വിഷമില്ലാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, വിഷം ഉണ്ടോയെന്നൊന്നും. പിന്നെ അവിടെ കിട്ടുന്ന ഒരു കോക്കനട്ട് റമ്മുണ്ട്. കോക്കനട്ട് നമ്മുടെ കള്ളെന്ന് പറയും, അവിടെ പേരിട്ട് കോക്കനട്ട് റമ്മെന്നാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.